നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മാനിഫെസ്റ്റിംഗ് ലവ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ലാലാജി മഹാരാജ് നമുക്ക് നൽകിയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് കോൺവെർസേഷൻ, അത് ജീവിതത്തിൽ എങ്ങനെ പകർത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇതൊരു പരീക്ഷണമാണ്, എക്സ്പെരിമെൻ്റാണ്. നിരന്തരമായിട്ട് നമ്മൾ പരിശീലിക്കേണ്ട കാര്യമാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എൻ്റെ ആ പൂർണ്ണതയുടെ ഒരു സ്പാർക്ക് മാത്രമാണ് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നു. നമ്മൾ തന്നെ ചിന്തിച്ചാലറിയാം, നമ്മുടെ ഉള്ളിലുള്ള ആ പൂർണ്ണത, സ്രോതസ്, അനന്ത സാധ്യതകൾ, അതിൽ നിന്നും ഒരു ഐഡിയ ജനിക്കുന്നു. എത്രയോ ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസിൽ ചിലത് തോട്ട്സായിട്ട് മാറുന്നു. എത്രയോ തോട്ട്സ് ഉണ്ട്, കോടാനുകോടി ചിന്തകളുണ്ട്. ചില ചിന്തകൾ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് അതിൽ ഇച്ഛാശക്തി ഘടിപ്പിക്കുന്നു. അത് വേർഡ്സായിട്ട്, വാക്കുകളായിട്ട് മാറും. ഇച്ഛാശക്തി ഘടിപ്പിച്ചില്ലെങ്കിൽ വാക്കുകൾ തോന്നിയമാതിരിക്ക് വരും. ചിന്തകളൊക്കെ നമ്മൾ വായയിലൂടെ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അപ്പോൾ അവിടെ ഒരു കറക്ഷൻ ഉണ്ട്, ഒരു ഫിൽറ്ററിങ് മെക്കാനിസം ഉണ്ട്. സാധാരണ പറയേണ്ടത് എവിടെയാണ് പറയേണ്ടത്, അതിൽ ചില ചിന്തകൾ വാക്കുകളാക്കുന്നു. ഈ വാക്കുകൾ പറഞ്ഞതിൽ എത്ര നമ്മൾ പ്രവർത്തിക്കും? എത്രയോ വാക്ക് കൊടുക്കുന്നുണ്ട്, നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ? വളരെ കുറച്ചേ ഉള്ളൂ. വാക്കായി തന്നെ നിൽക്കണം എന്ന് പറയും, തമാശയ്ക്ക് പറയും. ഈ പ്രവർത്തികളിൽ എത്ര പ്രവൃത്തികൾ നമ്മൾ ഫുൾഫിൽ ചെയ്യുന്നുണ്ട്? ചിലത് തുടങ്ങും, പിന്നെ കണ്ടിന്യൂ ചെയ്യില്ല. ചിലത് പകുതി ചെയ്യും, പിന്നെ മുഴുമിക്കില്ല. കുറേ പ്രവൃത്തികൾ പാർഷ്യലി ചെയ്തു പോകുന്നു. അപ്പോൾ ഒരു ഐഡിയ
പൂർണ്ണമായിട്ടും ഒരു പ്രവൃത്തിയായി മാറുന്നത് വളരെ റെയറായിട്ടുള്ളൊരു ഇവൻറ്റാണ്. അപ്പോൾ ഇതിനപ്പുറമുള്ള അബ്സല്യൂട്ട് പൂർണ്ണ സ്നേഹം പൂർണ്ണമായിട്ട് ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കും. ഇതാണ് ഈശ്വരൻ നടത്തുന്ന എക്സ്പെരിമെൻ്റ് എന്ന് നമുക്ക് സങ്കല്പിക്കാം. ആ പൂർണ്ണതയാണ് സ്നേഹം, ആ റിയാലിറ്റി. ഇപ്പോൾ ലാലാജി മഹാരാജ് പറയുന്ന ആ പൂർണ്ണതയിൽ നിന്ന് വരുന്ന ആ ഫ്ലോ, അതിൻ്റെ സ്വഭാവത്തെ ഞാൻ കോപ്പി ചെയ്തു എന്ന് പറയുന്നത്. ഞാൻ അതിനെ അനുകരിക്കാൻ നോക്കി കോൺവെർസേഷനിലൂടെ. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ആ പൂർണ്ണ സ്നേഹം, അത് നമ്മൾ സ്മരിക്കുക. ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷനിൽ പ്രാണാഹുതിയിലൂടെ മാസ്റ്റർ നമുക്ക് അനുഗ്രഹിച്ച് നൽകുന്നത് ആ സ്മരണയാണ്. അതുകൊണ്ടാണ് നമുക്ക് അത്രയും സമാധാനം കിട്ടുന്നത്. അത് കളയരുത്. നിങ്ങളതിനു വേണ്ടി ബുദ്ധിമുട്ടി, നിങ്ങളതിന് നിലനിർത്താൻ ശ്രമിക്കണമെന്നാണ് ദാജി പറഞ്ഞത്. അതിനെ കളഞ്ഞു കുളിക്കല്ലേ. എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് നമുക്കത് മാസ്റ്റർ നൽകുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്താനുള്ള അധികാരം ഉണ്ടോ എന്ന് കൂടി നമ്മൾ ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷേ മാസ്റ്റർ കോൺഫിഡൻ്റ് ആയിട്ട് തരികയാണ്, നിങ്ങളത് യൂസ് ചെയ്തോളൂ. അത് നമ്മൾ നിലനിർത്തി, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിലനിർത്തി അതിനെ ചിന്തയാക്കുക. സ്നേഹത്തിൻ്റെ ചിന്ത മാത്രം ഒഴുകാൻ അനുവദിക്കുക. തിരിച്ചു വരുമ്പോഴും നമ്മൾ അവഗണിച്ച ചിന്തകളെയും പ്യൂരിഫൈ ചെയ്യണം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. കഴിയുന്നത്ര 100% ആക്കണം. ശരിക്കും ആ ചിന്തകൾ തന്നെ വാക്കുകളാവുമ്പോൾ, ഇതിലേതെങ്കിലും ചിന്ത വാക്കാവുമ്പോൾ ആ വാക്കും പ്യൂർ ആവണം. അപ്പോൾ ആ വാക്കും ഉള്ളിലുള്ള ആ റിയാലിറ്റി തമ്മിലൊരു പാതയുണ്ട്, കണക്റ്റിംഗ് പാത. അത് ഫുൾ ഹാർമണിയിലാവുന്നതാണ് ലാലാജി മഹാരാജ് പറഞ്ഞത്. ആ ഡിവൈൻ വേ അത് തുറന്നു തരും എന്നാണ് പറഞ്ഞത്. ദിവ്യമായിട്ടുള്ള പാതയെ സ്നേഹത്തോടുള്ള സംഭാഷണം തുറന്നു തരും. വലിയൊരു കാര്യമാണ്, ശരിക്കും ഒരു സീക്രട്ടാണ്, രഹസ്യമാണ്. എങ്ങനെയാണ് നമ്മളുടെ ഉള്ളിലുള്ള നന്മയെ നമ്മൾ കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്യുക? വാക്കുകളിലൂടെ. നമ്മൾ ലോകത്തിലേക്ക് വിക്ഷേപിക്കുന്ന ഏറ്റവും വലിയ ആയുധം നമ്മുടെ വാക്കാണ്. ഏതൊരു ആറ്റം ബോംബിനേക്കാളും ശക്തമാണ് വാക്കുകൾ. വാക്കുകൾക്ക് ആൾക്കാരെ ഉയർത്താം, ആൾക്കാരെ നശിപ്പിക്കാം, പ്രപഞ്ചങ്ങളെ തന്നെ ഉണ്ടാക്കാനും നശിപ്പിക്കാനും സാധിക്കും. അപ്പോൾ വാക്ക് സ്നേഹത്തോടെ പറയുകയാണെങ്കിലും, ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പറയുകയാണെങ്കിൽ അവിടെ ക്രിയേഷൻ നടക്കും. ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സോള് ഈശ്വരനിലേക്ക് വരുന്നു. അങ്ങനെയുള്ള വാക്കുകളായിരിക്കും നമ്മുടെ അടുത്ത് വരുന്നവർക്കൊക്കെ ആ ഒരു ഫീൽ ഉണ്ടാവണം. ഡിവൈൻ പാത നാഷണൽ ഹൈവേ പോലെ അവിടുന്ന് തുറന്നു വരികയാണ് നമ്മുടെ കോൺവെർസേഷനിലൂടെ. ഇങ്ങനെ സങ്കല്പിച്ച് പോകും. അപ്പോൾ നമ്മളൊരു ചെറിയ പ്രവൃത്തിയിലൂടെ കണ്ണടച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്ത്, മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ ചിന്തകളിലൂടെ വാക്കുകളിലൂടെ പുറത്തേക്ക് ഇത് കൺഫേം ചെയ്യണം എന്നാണ് ലാലാജി മഹാരാജ്. ഷുഡ് കൺഫേം ടു റിയാലിറ്റി. ലാലാജി മഹാരാജ് അതാണ് കോപ്പി ചെയ്തതാണ്. ആ ദിവ്യമായിട്ടുള്ള ശബ്ദത്തിനെ കോപ്പി ചെയ്തു. നമ്മൾ ആ തരത്തിൽ ഇവിടെ കോപ്പി ചെയ്ത് അവതരിപ്പിക്കണം. എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ ശിഷ്യൻ പോയിട്ട് പറയുകയാണെങ്കിൽ ഗുരുവിന് എത്ര സന്തോഷവും. ഇനി പഠിപ്പിച്ച രീതിയിലല്ല, കൂടുതൽ ഭംഗിയായിട്ട്, കൂടുതൽ ക്രിയേറ്റീവായിട്ട് അത് അവതരിപ്പിക്കാൻ സാധിക്കണം. ചാരിജി മഹാരാജ് പറയും, അങ്ങ് തരൂ, ഞാൻ അങ്ങ് ചെയ്തേക്കാൾ ഭംഗിയായിട്ട് ഇവിടെ ചെയ്ത് കാണിക്കാം എന്ന ചാലഞ്ച് ഗുരുനാഥനോട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്നേഹത്തിൻ്റെ ചാലഞ്ചാണ്. അപ്പോൾ മാസ്റ്റർ ചിരിക്കും. അത് തന്നെയാണ് ഞാനും നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഓരോ മനുഷ്യനും ഈ തരത്തിലാവുകയാണെങ്കിൽ ഇവിടെ എവല്യൂഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ടൊരു കാര്യം. അബ്സല്യൂട്ടായിട്ടുള്ള ആ തലത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ഈ പ്രപഞ്ചത്തിൽ വരാനുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് നമുക്ക് സങ്കല്പിക്കാം. ഈശ്വരൻ ഐഡൻറ്റിറ്റിയിലൂടെ, അഹംബോധത്തിലൂടെ സൃഷ്ടികൾ നടത്തുക, മൾട്ടി യൂണിവേഴ്സസ്, ഒരു പെർഫെക്റ്റായിട്ട് യൂണിവേഴ്സ് സൃഷ്ടിക്കാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് സൃഷ്ടിക്കുന്നു, ശരിയായില്ല, രണ്ടാമത് സൃഷ്ടിക്കുന്നു, ഇത് ശരിയായില്ല. അപ്പോൾ അവതാരം എന്നുള്ളതിന് ഈ ഒരു ഇതായിട്ട് കണക്ട് ചെയ്യാം. പ്രപഞ്ചത്തിലേക്ക് അവതാരം ഇറങ്ങി വരുന്നത് ഈ ഒരു കറക്ഷന് വേണ്ടിയിട്ടാണ്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഒന്ന് ശരിയാക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വരികയാണ്. എന്നിട്ട് എല്ലാം ഒന്ന് തുടച്ചിട്ട് പോവുകയാണ്. ഇനി ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇത് ശ്രമിച്ചിട്ടും മാറുന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയ തന്നെ ഇരിക്കാം. അതാണ് സംഹാരം എന്ന്, പ്രളയം എന്ന് പറയുന്നത്. പ്രളയമില്ലാത്ത, നമ്മളീ പറയുന്ന ഡിസ്ട്രക്ഷൻ ഇല്ലാത്തൊരു പ്രപഞ്ചം എന്ന് സങ്കല്പിക്കും. ഒരു യുദ്ധമില്ല, ഡിസ്ട്രക്ഷനില്ല,
ജനന മരണ ചക്രങ്ങളില്ല, എല്ലാവരും ശാന്തതയിലിരിക്കുന്നു. അതാണ് ബ്രൈറ്റർ വേൾഡ് എന്ന് പറയുന്നത്. അത് ഈ പ്രപഞ്ചത്തിലുണ്ടാകണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോട് കൂടിയിട്ട് നമ്മൾ സംസാരിക്കണം, വർത്തമാനം പറയണം. സംസാരിക്കാണ്ട് ഇരുന്നിട്ടും കാര്യമില്ല. സംഭാഷണം ഏറ്റവും വലിയ ആയുധമാണെന്ന് പറഞ്ഞു. ഭഗവാന്റെ ആയുധമാണ്. അപ്പോൾ ഈ വാക്കും ഭഗവാന്റെ അർത്ഥവും നമ്മൾ യോജിച്ചിട്ട് വേണം ഇവിടെ നമ്മൾ സംസാരിക്കും. ഒരു തരത്തിൽ എക്സാജറേഷൻ പാടില്ല, ഒരു തരത്തിലെ കുറയ്ക്കലും പാടില്ല. അതേപോലെ സ്നേഹമായിട്ട് പറയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മൾക്കിത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാം. അടുത്ത സെഷൻ വരേക്കും വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.